നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇത് 5 രൂപയ്ക്ക് പോലും നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറായി നിൽക്കുന്ന ഈ ആപ്പിളിന് ഒരു ശകലം കേടുള്ളത് കൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ദേവാലയത്തിൽ സൗജന്യമായിട്ട് വൈദികൻ കൂദാശ ചെയ്തപ്പെട്ട് നമുക്ക് നൽകുന്ന ഈ തിരുവോസ്തി, ഈ തിരുവോസ്തി സാത്താൻ ആരാധകർ ഇന്ന് കൊണ്ടുപോകുന്നത് 10,000-ഉം 20,000-ഉം 1,00,000 രൂപയ്ക്കാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. യാതൊരു വിലയുമില്ല, യാതൊരു മൂല്യമില്ലാത്ത ഒരു വസ്തുവാണ് ഇതെങ്കിൽ ഈ 25,000 30,000 രൂപ കൊടുത്ത് സാത്താൻ ആരാധകരിൽ മേടിക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം ഇങ്ങനെയാ പറയുക: ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമമയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. ഹല്ലേലൂയ. ഞാൻ ഈ കാലങ്ങളിൽ ഞാൻ ദൂര സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ദേവാലയത്തിൽ ചെന്ന് വിശുദ്ധ ബലിക്ക് പങ്കെടുക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ദൂരേക്ക് പോകുമ്പോൾ നേരത്തെ തന്നെ എത്തുക. ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് വിശുദ്ധ കുർബാനയുടെ സമയമാകുമ്പോൾ ഞാൻ ആ ചെല്ലുന്ന സ്ഥലം എവിടെയാണോ അവിടെയുള്ള ദേവാലയത്തിൽ കയറി വിശുദ്ധ ബലി പങ്കെടുക്കുകയാണ്, ബലി അർപ്പിക്കുകയാണ് പതിവ്. ഞാനൊരിക്കൽ ജോലി സംബന്ധമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള ദേവാലയത്തിൽ കടന്നു ചെന്നു. ഇപ്പോൾ ഈ കൊറോണ കാലമായതിനാൽ വളരെ കുറച്ച് പേര് 4-5 പേര് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെയുള്ള കപ്പ്യാരെയൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാനിപ്പോൾ കുർബാനയ്ക്ക് 15 മിനിറ്റോളം മുമ്പ് തന്നെ ഞാൻ പള്ളി ദേവാലയത്തിലെത്തി. ഇപ്പോൾ കുർബാന തുടങ്ങുന്നതിന് ഞാനവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കുർബാന തുടങ്ങുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പ് എൻ്റെ പുറത്ത് ആരോ തോണ്ടി വിളിച്ചു. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഓർത്തു, ദൈവം കർത്താവ് എന്നെ തോണ്ടി വിളിക്കുന്നതാണോ? ഞാൻ പെട്ടെന്ന് ആലോചിച്ചു. ഞാൻ അങ്ങനെ ഞെട്ടിത്തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോഴാണ് തൊട്ടപ്പുറ പുറയിലായിട്ട് കപ്പ്യാര് വന്ന് നിൽക്കുക. ഹല്ലേലൂയ. അപ്പോൾ കപ്പ്യാരൻ ഇങ്ങനെ നോക്കി, എന്താ കാര്യം? ഞാൻ പറഞ്ഞു, കുർബാന കൂടാൻ വന്നതാ. അപ്പോൾ കപ്പ്യാര് എൻ്റെ അടുത്ത് പറഞ്ഞു, കപ്പ്യാരും ഞാൻ തമ്മിൽ എൻ്റെ പരിചയമുണ്ട്. കപ്പ്യാരൻ്റെ അടുത്ത് പറഞ്ഞു, അതെ, ഇവിടെ വിളിച്ചു പറഞ്ഞിട്ട് വരുന്നവർക്ക് മാത്രമേ കുർബാന അർപ്പിക്കാൻ പറ്റുന്നുള്ളൂ, പുറത്തുനിന്ന് ആരെയും കൂടാൻ പറ്റില്ല. ഇന്ന് വന്നു, നാളെ മുതൽ വരണ്ട. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ആ സമയത്ത് കടന്നു വന്ന ഒരു വചനമാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. നമുക്ക് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും വിശുദ്ധ കുർബാന പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമാണിത്. എന്താണ് വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള സാഹചര്യം? വിശുദ്ധ കുർബാന, വചനം എന്ന് പറയുന്നത് ഈശോയെ സ്വീകരിക്കാൻ പറ്റാത്ത വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അകത്തു നിന്നും പുറത്തു നിന്നും നമ്മൾ ഒരുപാട് പ്രലോഭിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുക. പിശാച് ഇങ്ങനെ വിശുദ്ധ കുർബാന മുടക്കുവാൻ വേണ്ടിയിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വരുന്ന ആളുകളെ പുറകോട്ട് വലിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരക്കം പാഞ്ഞു നടക്കുകയാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല. എങ്കിലും കുറേ ആളുകൾ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഒരു താല്പര്യമില്ലാതിരിക്കുന്ന ആളുകളുണ്ട്. ഈ കൊറോണ കാലത്തിന് മുമ്പ്, ഇപ്പോൾ കൊറോണ കാലമാണ്, അതുകൊണ്ട് നമുക്ക് സാഹചര്യമില്ല എന്ന് വിചാരിക്കാം. എന്നാൽ ഈ കൊറോണ കാലത്തിന് മുമ്പ് തന്നെ പള്ളിയിൽ വരാൻ സാഹചര്യം ഉണ്ടായിട്ടും വരാത്ത ഒരുപാട് പേരുണ്ട്.
എന്തുകൊണ്ടാണ് നമുക്ക് വിശുദ്ധ കുർബാനയിൽ ഇത്ര കണ്ട് വിശ്വാസമില്ലാതെ വരുന്നത്? ഒരിക്കലും ഞാൻ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ആരാധനയുള്ള ദിവസം നേരത്തെ ചെല്ലും. അപ്പം നല്ല തണുപ്പുള്ള സമയത്ത് ഒരു വ്യക്തി ചെന്നിട്ട് പള്ളിയിൽ ചെന്നിട്ട് അദ്ദേഹം തന്നെ ഫാനൊക്കെ എടുത്തിട്ടും ഫാനിട്ട് കാറ്റ് കൊടുക്കും. നല്ല തണുപ്പാണ്. അപ്പോൾ ഈ വ്യക്തി പലതവണ ഇതായതുകൊണ്ട് ഞാനൊരിക്കലും ഈ വ്യക്തിയോട് ചോദിച്ചു, പള്ളിയിൽ ഇത്ര തണുപ്പുള്ള സമയമല്ലേ, എന്തിനാ ഈ ഫാൻ ഇടുന്നത്? ഫാൻ ഇടാണ്ട് നമുക്ക് നിൽക്കാലോ. 1 മണിക്കൂർ കർത്താവിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഫാൻ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പോലും 1 മണിക്കൂർ കർത്താവിന് വേണ്ടിയിട്ട് നമുക്കിത് സഹനം ഏറ്റെടുക്കാൻ പാടില്ലേ? ഞാൻ ചോദിച്ചപ്പോൾ ഇദ്ദേഹം എന്നോട് കയർത്തു. പിന്നീട് ഈ വ്യക്തി പള്ളിയിലേക്ക് വന്നിട്ടില്ല. ഹല്ലേലൂയ. അപ്പം അത്രയ്ക്കുണ്ട് നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. ഒരിക്കലും ഒരു അൾത്താര ബാലനോട് ഞാൻ ചോദിച്ചു, ഒരു അൾത്താര ശുശ്രൂഷകനായ ഒരു ബാലൻ വിശുദ്ധ കുർബാനയ്ക്ക് വന്നിട്ട് കുർബാന കഴിയുമ്പോൾ തന്നെ നൊവേനയോ അല്ലെങ്കിൽ മരിച്ചവരുടെ ഒപ്പീസോ ഉണ്ടെങ്കിൽ അതിന് കൂടില്ല. കുർബാന കഴിഞ്ഞ് ആശീർവാദം തരുമ്പോൾ തന്നെ ഇറങ്ങി വിട്ടു. അപ്പം ഞാനൊരു ദിവസം ചോദിച്ചു, ഇപ്പോൾ കൊച്ചിനോട് ചോദിച്ചു, ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ കൊച്ചു പറഞ്ഞത്, അമ്മ പറഞ്ഞു കുർബാന കഴിയുന്നതിന് മുമ്പ് ഇറങ്ങി പോരണമെന്ന് അമ്മ പറഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിലെ മാതാപിതാക്കൾ ഒരു പക്ഷേ ഇങ്ങനെ കുട്ടികളെ വിശുദ്ധ കുർബാനയിൽ നിന്ന് മുടക്കുന്ന ഒരു സാഹചര്യം. വേറൊരു സഹോദരി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പിറ്റേ ദിവസം 2 ദിവസം കഴിയുമ്പോൾ പരീക്ഷയാണ്. ചൊവ്വാഴ്ച പരീക്ഷ തുടങ്ങുക. അപ്പം ഞായറാഴ്ച പള്ളിയിൽ പോയില്ലേ? പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. ഞാൻ ഒരു കൊച്ചിനോട് ചോദിച്ചപ്പോഴാണ് ഈ സഹോദരി പറയുകയാണ്, പള്ളിയിൽ പോകാൻ പറ്റില്ല, അവന് പരീക്ഷ ഇന്ന് പഠിക്കണമെന്ന്. അതാ ഞായറാഴ്ചത്തെ വിശുദ്ധ ബലിക്ക് പോകാതെ ചൊവ്വാഴ്ച പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാനിരിക്കുക. 1 മണിക്കൂർ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത എത്രയോ മക്കളാണ്. അതിന് സാഹചര്യമില്ലാണ്ട് ചില ആളുകളുണ്ട്, മക്കളെ കൊണ്ടുപോയി പള്ളിയിലേക്ക് വിടും, എന്നിട്ട് മാതാപിതാക്കൾ പള്ളിയിൽ പോകത്തില്ല, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കത്തില്ല. ഇങ്ങനെയുള്ള മാതാപിതാക്കളെയും ജീവിതത്തിൽ കാണാറുണ്ട്. ഒരിക്കലും ഞാൻ പള്ളി കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സുഹൃത്തിനെ കണ്ടു. ഈ സുഹൃത്തിനോട് ചോദിച്ചിരുന്നത്, ഞായറാഴ്ച അല്ലേ, നിങ്ങൾ ദേവാലയത്തിൽ പോയില്ലേ, വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ സുഹൃത്ത് പറയുകയാണ്, ഇന്നലെ രാത്രിയിൽ ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ രാത്രി ഒത്തിരി താമസിച്ചാണ് കിടന്നത്, അതുകൊണ്ട് എണീക്കാൻ പറ്റിയില്ലാന്ന്. നമ്മുടെ ഫുട്ബോൾ കളിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തോ ഒരു സമയം മാറ്റി വയ്ക്കുന്നത്. ഇത് കാണുവാൻ വേണ്ടിയിട്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത ഇത്തരം പ്രവൃത്തികൾ, ഇത്തരം മേഖലകളിലേക്ക് കാണുവാൻ വേണ്ടിയിട്ട് രാത്രിയിൽ നേരം വെളുക്കുന്നത് വരെ ഇരുന്ന് കാണുവാൻ നമുക്ക് സമയമുണ്ട്. എന്നാൽ ഒരല്പസമയം 1 മണിക്കൂർ ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമുക്ക് അത്ര കണ്ട് വിശ്വാസമില്ല. കുറേ ആളുകളുണ്ട്, പള്ളിയിൽ വന്നാൽ ദേവാലയത്തിലേക്ക് കടന്നു വന്നാൽ താമസിച്ചു വരുന്നു. കുറേ ആളുകൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഉടനെ ഓടിപ്പോകുന്നു. ഈ വിശുദ്ധ കുർബാനയൊക്കെ നാവിൽ സ്വീകരിച്ചിട്ട് ഓടിപ്പോകുന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തോന്നും എന്തോ കാര്യമായിട്ട് എന്തോ കിട്ടി അത് പോക്കറ്റിലിട്ടുകൊണ്ട് പോകുമെന്ന് തോന്നും. ആ ഒരു രീതിക്കാണ് ആളുകൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുന്നതും പോകുന്നതും. ചില ആളുകൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഉടനെ ഇറങ്ങി പള്ളിയിൽ നിന്ന് ഇറങ്ങി പോവുക. ഇനി കുറച്ച് ആളുകൾ കാണാൻ നമ്മുടെ ആനവാതിലുണ്ടല്ലോ പള്ളിയുടെ, ഈ ആനവാതിൽ ചാരി ഇങ്ങനെ നിൽക്കും. ആനവാതിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പിടിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി കുറച്ച് പേരുണ്ട് പള്ളിയുടെ പുറത്ത്, അകത്തേക്ക് കയറില്ല. കുറച്ച് പേർ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, എന്താ അകത്ത് കയറാത്തെ? അകത്ത് കയറാൻ പറ്റത്തില്ല, ഇത് ആരാണ്ടും പിടിച്ച് നിർത്തിയേക്കുക പുറത്തേ. പള്ളിയുടെ അകത്തേക്ക് കയറില്ല, പുറത്ത് നിർത്തിയേക്കുക. ഇനി കുറച്ച് ആളുകളുണ്ട്, ഒരു ബെഞ്ചേൽ ഇരിക്കുമ്പോൾ ഒരു ബെഞ്ചേൽ ഒരാളുണ്ടെങ്കിൽ അടുത്ത ആൾ വരുമ്പോൾ ആ ബെഞ്ചേൽ പിന്നെ കയറിയിരിക്കില്ല, ആ ബെഞ്ചേൽ ഇരിക്കില്ല, പുറകിൽ വേറെ ബെഞ്ചിൽ പോവും. തന്നെ ഇരിക്കണേ, കൂട്ടത്തിലിരിക്കാൻ ചില ആളുകൾക്ക് മടിയാണ്. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച്, എനിക്കും നിങ്ങൾക്കും വേണ്ടി കുരിശിൽ മരിച്ച് സ്വന്തം ശരീരം കീറി മുറിച്ച് നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരുമ്പോൾ അത് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക, നമ്മുടെ ജോലി വേണം, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിവാഹം നടക്കണം, വിദേശത്ത് പോകണം, നല്ല വീട് വേണം, ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷെ കർത്താവ് സൗജന്യമായിട്ട് നൽകുന്ന വിശുദ്ധ കുർബാന നമുക്ക് വേണ്ട.
ഇത് നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് മടിയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ കുർബാനയിൽ ഇന്ന് വിശ്വാസമുള്ളവർ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കി പറയാൻ കഴിയും, സാത്താൻ ആരാധകരാണ്. ഇതിനകത്ത് യേശു ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അത് സാത്താൻ ആരാധകരായിരിക്കും. ബ്ലാക്ക് മാസുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ കേരളത്തിൽ തന്നെ 10-24ഓളം സ്ഥലങ്ങളിൽ ബ്ലാക്ക് മാസ് സംഘടനകൾ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദേവാലയങ്ങൾ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഈ വലതുവശത്ത് കുറേ ബിരിയാണി, ഇന്നത്തെ പുതിയ ട്രെൻഡാണല്ലോ, കുറേ ബിരിയാണി അല്ലെങ്കിൽ കുഴിമന്തി, ഗ്രിൽ ചിക്കൻ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കുക. എൻ്റെ ഈ ഇടതുവശത്ത് കുറേ ഫ്രൂട്ട്സും വെച്ചിരിക്കുക. കുറേ മുന്തിരിങ്ങ, ആപ്പിള്, പൈനാപ്പിള്, ഇങ്ങനെ കുറേ മിഠായികൾ ഇങ്ങനെ വെച്ചിരിക്കുക. പക്ഷെ ഇതൊന്നും പിശാചിന് വേണ്ട. പിശാചിന് വേണ്ടത് വിശുദ്ധ കുർബാനയാണ്. പിശാചിന് വേണ്ടത് ഇന്ന് വിശുദ്ധ കുർബാനയാണ്. നമ്മൾ ദേവാലയത്തില് വൈദികൻ വാഴ്ത്തി കൂദാശ ചെയ്ത് നമ്മുടെ നാവിൽ വെച്ച് തരുന്ന വിശുദ്ധ കുർബാനയാണ് പിശാചിന് വേണ്ടത്. ഇന്ന് ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, മതവിഭാഗങ്ങളുണ്ട്. ഇവരെ ഒന്നും പിശാച് ആക്രമിക്കുന്നില്ല. എന്തുകൊണ്ടാ? ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. ഇതിനകത്ത് യേശു ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരാളാണ് പിശാച്. നമുക്കത് ഇനിയും മനസ്സിലായിട്ടില്ല. ഈ ആനയുടെ ശക്തി തിരിച്ചറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് വിശുദ്ധ കുർബാനയുടെ ഈ തിരുവോസ്തിയുടെ മഹത്വം നമുക്ക് പലപ്പോഴും തിരിച്ചറിയാതെ പോവുകയാണ്. ഹല്ലേലൂയ. ഇതൊരു ആപ്പിളാണ്. ഈ ആപ്പിളിന് ഇന്ന് 200 രൂപ വിലയുണ്ട്. ഈ ഒരു ആപ്പിളിന് ഏകദേശം 25-30 രൂപ വില വരും. ഈ ആപ്പിളിന് 30 രൂപ വില വരും. ഈ ആപ്പിള് ഞാൻ പറയുകയാണ്, ഒരാപ്പിള് കൊടുക്കാനുണ്ട്, ഇതിന് 20 രൂപയ്ക്ക് തരാൻ, 20 രൂപയ്ക്ക് ഞാൻ തന്നേക്കാം, ആർക്കെങ്കിലും വേണോ? അപ്പോൾ ആൾക്കാരുടെ ആകാംക്ഷ, അവർക്കറിയാം, എല്ലാവർക്കും അറിയാം ഇതിന് 30 രൂപ വിലയുണ്ട്. അപ്പോൾ ഇത് 20 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ എല്ലാവരും സന്തോഷമാണല്ലോ. അപ്പം ഇവരൊന്ന് നോക്കുമ്പോൾ ആപ്പിളൊക്കെ തിരിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇച്ചിരി കേടുണ്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇത് കൊള്ളില്ല, ഇത് ഉപയോഗിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഇവരോട് ഇത് കേടാണല്ലോ, ഇവർ വരുന്ന ആൾക്കാർ പറയും ഇത് കേടാണല്ലോ, ഇതങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല, ഇതൊന്നും 20 രൂപയ്ക്കും വേണ്ടാന്ന് പറയും. അപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾ പിടിക്കുക, ഒരു 10 രൂപ തന്നാൽ മതി, ഒരു 10 രൂപ തന്നാൽ മതി. 10 രൂപ ഈ സാധനം 10 രൂപ ഒന്നുമില്ല, തരില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 5 രൂപ ഈ 5 രൂപയ്ക്ക് പോലും ഈ സാധനം നിങ്ങൾ വാങ്ങിക്കില്ല. കാരണം ഇത് ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഇത് നമ്മൾ മേടിക്കില്ല. ഹല്ലേലൂയ. ഇത് വാഴ്ത്താത്ത ഓസ്തിയാണ്. ഇത് കൂദാശ ചെയ്യപ്പെട്ട്, ഇത് വൈദികനാൽ കൂദാശ ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇത് തിരുവോസ്തിയായിട്ട് മാറുന്നത്. ഞാനിപ്പോൾ ഇതിനെ തിരുവോസ്തി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇത് 5 രൂപയ്ക്ക് പോലും നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറായി നിൽക്കുന്ന ഈ ആപ്പിളിന് ഒരു ശകലം കേടുള്ളത് കൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ദേവാലയത്തിൽ സൗജന്യമായിട്ട് വൈദികൻ കൂദാശ ചെയ്തപ്പെട്ട് നമുക്ക് നൽകുന്ന ഈ തിരുവോസ്തി സാത്താൻ ആരാധകർ ഇന്ന് കൊണ്ടുപോകുന്നത് 10,000-ഉം 20,000-ഉം 1,00,000 രൂപയ്ക്കാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. യാതൊരു വിലയുമില്ല, യാതൊരു മൂല്യമില്ലാത്ത ഒരു വസ്തുവാണ് ഇതെങ്കിൽ ഈ 25,000-ഉം 30,000-ഉം രൂപ കൊടുത്ത് സാത്താൻ ആരാധകർ ഇത് മേടിക്കേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ. നമ്മളൊക്കെ എന്താ ചെയ്യണേന്നറിയാമോ? കൊരിന്ത്യർക്ക് പൗലോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനത്തില് 3-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാ പറയുക, അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കുന്നു. ഹല്ലേലൂയ. ഇതിനകത്ത് യേശു ഉണ്ട് എന്ന് ഉറപ്പുണ്ടായിട്ടും അതിൻ്റെ ചൈതന്യത്തെ നമ്മൾ നിഷേധിച്ചുകൊണ്ട് നമ്മൾ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തുകയാണ് ചെയ്യുക. ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മൾ രൂപാന്തരപ്പെടുത്തുന്നു എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഫോൺ വിളിക്കാനോ അതല്ലെങ്കിൽ കളിച്ച് ചിരിച്ച് നടക്കുന്ന ആനവാതിൽ താങ്ങി നിർത്താനോ നേരത്തെ ഇറങ്ങിപ്പോവാനോ താമസിച്ചു വരാനോ തയ്യാറാവുകയില്ല. അതിൻ്റെ മൂല്യം നമുക്കറിയില്ല. നമ്മൾ ചിന്തിക്കണം,
നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന ഈ ദിവ്യകാരുണ്യം സാത്താൻ ആരാധകര് ഇത്രയും വില കൊടുത്ത് വാങ്ങണമെങ്കിൽ അതിനകത്ത് യാതൊരു മൂല്യങ്ങളും ഇല്ല എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? അതിനകത്ത് ഈശോ ഉണ്ട് മക്കളെ, അതിനകത്ത് ഈശോ ഉണ്ട്. ആ ഈശോ ഉറപ്പായിട്ടും ജീവിക്കുന്ന ഈശോ ഉണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഈ സാധനങ്ങളൊന്നും വേണ്ട. ഇവിടെയുള്ള കുഴിമന്തി, ഈ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഇതൊന്നും വേണ്ട. ഇവിടെയുള്ള ഈ ഫ്രൂട്ട്സും വേണ്ട. പിശാചിന് വേണ്ടത് വിശുദ്ധ കുർബാനയാണ്. ഹല്ലേലൂയ. അപ്പോൾ യാതൊരു മൂല്യവും ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യാതൊരു മൂല്യമില്ലെങ്കിൽ സത്താൻ ആരാധകർ ഇത്രയും വില കൊടുത്ത് ഇവരിത് വാങ്ങിക്കൊണ്ട് പോവുക. നമ്മളൊരു വിചിന്തനം ചെയ്യണം നമ്മുടെ ജീവിതത്തിലേക്ക്. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നു. നമ്മുടെ സഭയിലുള്ള എല്ലാ വിശുദ്ധന്മാരും വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുകയും വിശുദ്ധ കുർബാനയുടെ ആദരവ് പുലർത്തുകയും ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. എബ്രായർക്കെതിരെ ലേഖനത്തിൽ 2-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെട്ടു? കർത്താവ് നമ്മൾ ഇത്ര മഹത്തായ രക്ഷ നമുക്ക് നൽകിയിട്ട് കർത്താവ് തൻ്റെ ചോരയും നീരും എല്ലാം എടുത്ത് നമുക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി തന്നിട്ട് നമ്മളത് വേണ്ടാന്ന് പറയുമ്പോൾ ദൈവത്തിന് എത്രമാത്രം വേദനയുണ്ടാവുമെന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ എത്രമാത്രം ഇതിനെ അവഹേളിക്കുന്നത്. ഇന്ന് പുറത്ത് നോക്കിയാൽ അറിയാം, ലോകത്തിലേക്ക് നോക്കിയാൽ അറിയാം, ഉള്ള ചാനലുകാരും ഉള്ള മറ്റ് ആളുകളെല്ലാം ഈ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുക. എന്നാൽ വേറെ ഒന്നിനെക്കുറിച്ച് ഒരു പരാതിയില്ല ആർക്കും. വിശുദ്ധ കുർബാന ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള, വിശുദ്ധ ബലിക്കെതിരെയുള്ള ഒരു പീഡനം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ തിരിച്ചറിയണം ഇത്. നമ്മുടെ വിശ്വാസം വെളിവാക്കപ്പെടേണ്ട സമയമായത്. നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം തരണമേ എന്ന്. നമ്മുടെ ഭവനങ്ങളിലുള്ള കുടുംബ പ്രാർത്ഥന ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ന് ആ സമയത്താണ് ഒരുപാട് സീരിയലുകളും ഒരുപാട് പ്രോഗ്രാമുകളും എല്ലാം കടന്നു വരുന്നത്. ഇപ്പം നമ്മൾ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഇന്ന് അത് ഒഴിവായി പോയിക്കൊണ്ടിരിക്കുക. ഈ സന്ധ്യാപ്രാർത്ഥനയും വിശുദ്ധ ബലിയും അതിൽ പങ്കെടുക്കുന്ന ആളുകളെയും തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് പിശാച് കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓരോ വിശുദ്ധ ബലിയിലും പങ്കെടുക്കുമ്പോൾ, ഓരോ വിശുദ്ധ ബലി പങ്കെടുത്ത് കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാന നാവിൽ സ്വീകരിച്ചിട്ട് ഞാൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നെറ്റിലും കണ്ണിലും വായിലും ഒക്കെ കുരിശ് വരച്ചിട്ട് ഞാൻ ചൊല്ലും, കർത്താവേ എൻ്റെ ചിന്തയിലെന്നും അങ്ങയുടെ ചിന്തകൾ മാത്രം നിറഞ്ഞിരിക്കണമേ. എൻ്റെ കണ്ണുകൾ കൊണ്ട് അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും കാണുവാൻ എന്നെ അനുവദിക്കരുതേ. എൻ്റെ അധരം കൊണ്ട് എന്നും അങ്ങയെ സ്തുതിക്കുവാനുള്ള കൃപ നൽകണമേ. സൽവചനങ്ങൾ മാത്രം സംസാരിച്ച് എൻ്റെ നാവ് അങ്ങയുടെ നാവ് പോലെ ആക്കണമേ. എൻ്റെ ഹൃദയം വിശുദ്ധമായിട്ട് സൂക്ഷിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. എൻ്റെ ഉള്ളിൽ അഹങ്കാരവും അഹംഭാവവും വെറുപ്പും വൈരാഗ്യവും എല്ലാം എടുത്തു മാറ്റി എളിമയും വിശുദ്ധിയും നൽകണമേ. ഈ പ്രാർത്ഥന എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാന നാവിൽ സ്വീകരിച്ചിട്ട് 1 മിനിറ്റ് നേരം നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് കാണാം. നമ്മൾ തകർക്കാൻ വരുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ നിഷ്കാസനം ചെയ്യുന്നത് കാണാം. ഹല്ലേലൂയ. നമുക്ക് വിശുദ്ധ ബലിയിൽ ഭക്തിയോടുകൂടി പങ്കെടുക്കുക, വിശ്വാസത്തോടു കൂടി പങ്കെടുക്കാം. ഓരോ വിശുദ്ധ ബലിയിൽ നമുക്കാകുന്ന വിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കെടുക്കുവാൻ. ഇനി ഒരു കാലത്ത് വിശുദ്ധ ബലി കൂടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, വചനം സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കടന്നു വരുന്നതെന്ന് ആമോസ് പ്രവാചകൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ദേവാലയത്തിൽ പോകണം. ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാവുമെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നു വരും. കർത്താവേ വിശുദ്ധി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.